ഹായ്. നിഖില വിമൽ, സണ്ണി വെയിൻ, വിജയരാഘവൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ ചന്ദ്രൻ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം കോമഡി സീരീസ് ആയിരുന്നു, വെബ് സീരീസ് ആയിരുന്നു പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്നുള്ളത്. സിനിമ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ഗ്രാമം എന്നുള്ളതാണ്. ആ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്നുള്ളത് പേരില്ലൂർ എന്നാണ്. എന്തായാലും അവിടുത്തെ ഒരു രണ്ട് കഥാപാത്രങ്ങളെ ഫോക്കസ് ചെയ്താണ് സിനിമ മുമ്പോട്ട് പോകുന്നതെന്ന് പറയാൻ സാധിക്കും. ഒരാൾ എന്നുള്ളത് ആ ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. ആളുടെ പേര് മാളവിക എന്നുള്ളതാണ്. അതാണ് ഹീറോയിൻ എന്നുള്ളത്. അവൾ അവിടെ എത്തിയതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് അവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ടാണ് എത്തുന്നത്. മറ്റൊരു കഥാപാത്രം എന്നുള്ളത് നായിക കഥാപാത്രമാണ്. അദ്ദേഹം ഓൾറെഡി ആ ഒരു നാട്ടിലുള്ള ആളാണ്. ശ്രീകുട്ടൻ എന്നാണ് ആളുടെ പേര്. അദ്ദേഹം ഗൾഫിലായിരുന്നു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഒറ്റ ഉദ്ദേശമുള്ളൂ, ഒരു വിവാഹം കഴിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളൂ. എന്തായാലും ഇതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ട് മനസ്സിലാക്കിയെടുക്കുക. ഇനി ഈ ഒരു സീരീസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത്യാവശ്യം നർമ്മങ്ങളൊക്കെ നിറഞ്ഞ ഒരു മലയാളം കോമഡി സീരീസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ് പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്നുള്ളത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്, ഇപ്പം നിങ്ങൾ ഹ്യൂമർ പ്രതീക്ഷയാണ് ചെല്ലുന്നതെങ്കിൽ നിങ്ങളെ അത്യാവശ്യം ചിരിപ്പിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ എന്തായാലും ഈ ഒരു സീരീസിനുള്ളിൽ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് കാണും. കൂടാതെ പെർഫോമൻസ് എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ പെർഫോമേഴ്സ് എല്ലാം തന്നെ ഒരു ഗംഭീര പ്രകടനം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമ അല്ലെങ്കിൽ ഈ ഒരു സീരീസ് അത്യാവശ്യം മുഷിപ്പില്ലാതെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതിനുള്ള ഒരു കാരണമായി മാറിയിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് നിഖില വിമൽ, സണ്ണി വെയിന്, അതുപോലെ തന്നെ വിജയരാഘവൻ. ഈ മൂന്ന് പേരുടെ ഒരു തകർത്തുള്ള അഭിനയം തന്നെയായിരുന്നു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വശം എന്നുള്ളത്. ഇതിൽ നിഖില വിമലിൻ്റെ ആയിരിക്കും എടുത്തു പറയണം. രസകരമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ, അല്ലെങ്കിൽ മാളവിക എന്ന് പറയുന്ന കഥാപാത്രത്തെ ആ ഒരു അഭിനേത്രി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ടെക്നിക്കൽ സൈഡിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഓവറോൾ വർക്ക് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ഇപ്പം അത്യാവശ്യം നീറ്റായിട്ടുള്ള DOP വർക്ക്, പിന്നെ വലിയ മാരകമൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു മ്യൂസിക് വർക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു സീരീസിനുള്ളിലുണ്ടാകും. ഈ സീരീസിൻ്റെ പ്രധാന പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഒരു ഇട്ടാവട്ടത്ത് കടന്ന് കറങ്ങുന്ന ഒരു കഥാപരിസരമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, നമുക്കൊരു 1, 2, 3 എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു കഥയുടെ സ്വഭാവം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാകും. പിന്നീട് ഇവർ ആ ഒരു തിരക്കഥയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു നാട്ടിലുള്ള ആളുകൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ചാണ് ഏകദേശം 7 എപ്പിസോഡുകളുണ്ട്. 7 എപ്പിസോഡുകൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു വെബ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്നുള്ളത് ഒരു എപ്പിസോഡ് കണ്ടു കഴിയുമ്പോഴത്തേക്കും പ്രേക്ഷകന് അടുത്ത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ള ഒരു തോന്നലൊക്കെ സൃഷ്ടിച്ച് അവൻ ക്യുക്കായിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് പോകണം. അപ്പോൾ അത്തരത്തിലുള്ള മാജിക്കൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇട്ടാവട്ടത്തുള്ളൊരു കഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റിപ്പീറ്റേഷനൊക്കെ പലപ്പോഴും ഫീലും ചെയ്യുന്നുണ്ടായിരുന്നു. അതും 7 എപ്പിസോഡുകളുണ്ട്. ഓരോ എപ്പിസോഡിനും 30 മിനിറ്റ്, 35 മിനിറ്റ്, 40 മിനിറ്റ് ദൈർഘ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4 മണിക്കൂറോളം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതൊന്ന് കണ്ടു തീർക്കാനും സാധിക്കുന്നത്. എന്തായാലും നിങ്ങളൊരു കോമഡി ഒരു സീരീസാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു സിറ്റുവേഷൻസ് കോമഡീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സീരീസ് മതി, വലിയ കഥയൊന്നും വേണ്ട, ആർട്ടിസ്റ്റുകളുടെ മികച്ച പെർഫോമൻസും മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സീരീസ്. എന്തായാലും വലിയ മാരകമാണെന്ന് ഞാൻ പറയുന്നില്ല, തീർത്തും മോശമാണെന്നും പറയുന്നില്ല. ഇതിനൊക്കെ മധ്യത്തിൽ നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ഒരു സീരീസ്. എന്തായാലും ഈ ഒരു സീരീസിൻ്റെ 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/6/5. എന്തായാലും കുടുംബമൊക്കെ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവർക്കും ഈ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണുമ്പോഴത്തേക്കും അത്യാവശ്യം ഹ്യൂമറൊക്കെ ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെയുള്ള കുറേ ചേരുവകൾ എന്തായാലും ഇതിനുള്ളിൽ കാണും. ഓക്കെ, എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം.